ബൈബിൾ പറയുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് ചേർന്ന് ഇണയെ കൊടുക്കുമെന്നാണ്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി കീഴടക്കാൻ പറഞ്ഞതായിട്ടാണ് ബൈബിൾ കാണുന്നത്. പിന്നെ എങ്ങനെ സന്യാസം ദൈവികമാണെന്ന് പറയാൻ പറ്റുക? മനുഷ്യചരിത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ സന്യാസത്തെക്കുറിച്ച് പറയണമെന്ന് വാശി പിടിക്കുന്നത് യഥാർത്ഥത്തിൽ ബാലിശമാണ്. എന്നാൽ ചരിത്രം ആരംഭിക്കുന്നത് അബ്രാഹത്തിൻ്റെ വിളിയിൽ നിന്നാണ്. അതുവരെയുള്ള ഉൽപ്പത്തിയുടെ 11 അധ്യായങ്ങൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ്. അവിടെ മനുഷ്യവംശത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചുമാണ് പറയുന്നത്. എന്നാൽ 12-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹത്തെ വിളിക്കുന്നു, വേർതിരിക്കുന്നു. ഇതുപോലെ ഒരു വിളിയും വേർതിരിക്കലുമാണ് സന്യാസവും. ദൈവത്തിൻ്റെ വിളിയിലും തെരഞ്ഞെടുപ്പിലും മാനവജാതി മുന്നോട്ട് പോകുന്നതായിട്ടാണ് പിന്നീട് അങ്ങോട്ട് രക്ഷാകര ചരിത്രത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. അബ്രാഹത്തിൻ്റെ വിളി പിന്നെ ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക് മാറുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി ഇസ്രായേൽ മാറുന്നു. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി ഇസ്രായേലിനെ നയിക്കാൻ പിന്നീട് അവിടുന്ന് ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ വചനമായ ദൈവം മനുഷ്യനായി അവതരിച്ച് 2000 വർഷം മുമ്പ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. കാൽവരിയിൽ നമുക്കായി രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്ത് സ്വന്തം ജനമാക്കി. അങ്ങനെ സഭയെ തിരഞ്ഞെടുത്ത ദൈവത്തെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. സഭയെ തിരഞ്ഞെടുത്തത് കൊണ്ട് ദൈവം തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും നിർത്തി എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. ഈ സഭയിൽ ദൈവരാജ്യത്തിനു വേണ്ടി സവിശേഷമായ വിധത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് സന്യസ്തർ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം പ്രവൃത്തികൾ മൂലമല്ല, അവിടുത്തെ വിളി മൂലം തുടർന്നു പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചത് എന്നാണ് റോമാലേഖനം ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ക്രിസ്തുവിന് മുൻപും സന്യാസത്തിൻ്റെ ഏകദേശ പതിപ്പായി നമ്മൾ കാണുന്നത് എസീനുകൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തെയാണ്. മോശയുടെ നിയമത്തെ റാഡിക്കലായി അനുസരിച്ചുകൊണ്ട് പൊതുജീവിതത്തിൽ നിന്ന് മാറി ഒരു കൂട്ടായ്മയായി ജീവിച്ചിരുന്നവരാണ് എസീനുകൾ. BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ എസീനുകൾ ഉണ്ടായിരുന്നതായി ചരിത്രകാരന്മാരായ ജോസേഫൂസും പ്ലിനിയുമൊക്കെ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലും ഇത്തരം സന്യാസത്തിൻ്റെ വേരുകൾ കണ്ടെത്താൻ നമുക്ക് കഴിയും. 1 കൊരിന്തോസ് 7-ാം അധ്യായത്തിൽ വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ അപ്പസ്തോലൻ പറയുന്നത് വിവാഹം കഴിക്കുന്നവർ ഉചിതമായി പെരുമാറുന്നു, എന്നാൽ ആരെങ്കിലും തൻ്റെ കന്യകയായി തന്നെ സൂക്ഷിക്കുന്നെങ്കിൽ അവൻ കൂടുതൽ ശ്ലാഘനീയനാണ് എന്നാണ്. ഇവിടെ വിവാഹത്തെ ഏതെങ്കിലും തരത്തിൽ കുറച്ച് കാണിക്കുകയല്ല, മറിച്ച് ബ്രഹ്മചര്യത്തെ കൂടുതൽ ശ്ലാഘനീയമായി കാണുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ തിരുവചനത്തിൽ പറയുന്ന വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് കരുതിയില്ല, എല്ലാം പൊതു സ്വത്തായിരുന്നു. ഇതാണ് സന്യാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യം തങ്ങളുടെ കൂട്ടായ്മ ജീവിതത്തിൽ പകർത്തുന്നവരാണ് സന്യാസികൾ. 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ചരിത്രത്തിൽ ആശ്രമ ജീവിതത്തിൻ്റെ കൃത്യമായ തെളിവുകൾ നമുക്ക് ചരിത്രരേഖകളിൽ കാണാൻ കഴിയും. സുവിശേഷ ഉപദേശങ്ങളെ ആഴമായും തീവ്രമായും ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ച് സാധാരണ ഭൗതിക ജീവിത ക്രമങ്ങളെ വേണ്ടെന്ന് വെച്ച് ആശ്രമ ജീവിതം തിരഞ്ഞെടുത്തവരാണ് മരുഭൂമിയിലെ പിതാക്കന്മാരായ താപസന്മാർ. 4-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ പക്കമിയൂസ് ആണ് സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായി ഒരു ആശ്രമം സ്ഥാപിച്ചത്. ഒരു ചിട്ടയായ സാമൂഹിക ക്രമമായി സന്യാസത്തെ അവതരിപ്പിച്ചതും പക്കമിയൂസ് ആണ്. ചുരുക്കത്തിൽ സഭയുടെ ആരംഭം മുതൽ തന്നെ സന്യാസവും ഉണ്ടായിരുന്നു. അത് കാലാനുകൃതമായി വളർന്ന് ഇന്നത്തേതുപോലെയായി എന്ന് മാത്രം. വിവാഹമെന്ന കൂദാശയിലൂടെ ദമ്പതികൾ പിതാവും മാതാവുമായി തീരുന്നതുപോലെ ലൈംഗികത എന്ന് പറയുന്ന ശ്രേഷ്ഠദാനത്തെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ദൈവത്തിന് സമർപ്പിച്ച് ദൈവജനത്തിൻ്റെ ആത്മീയ പിതൃത്വവും മാതൃത്വവും ഏറ്റെടുക്കുന്നതാണ് സന്യാസം. ഇതാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുണ്ട് എന്ന് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ. വിശുദ്ധ പൗലോസ് കൊറിന്തോസ് ലേഖനത്തിൽ പറയുന്നത്, അവിവാഹിതരോടും വിധവകളോടും ഞാൻ പറയുന്നു, എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. ഇവിടെ പൗലോസ് സന്യാസിയായിരുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവാഹത്തെ ഒരു കൂദാശയായി കണ്ട് ഉത്തമമാണെന്ന് തന്നെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴും സഭ സന്യാസത്തെയും ദൈവവിളിയായി കണ്ട് ശ്രേഷ്ഠമായി കരുതുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒന്നിനെ മാത്രം അംഗീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് സുവിശേഷത്തിൻ്റെ സമഗ്രതയെ പിൻചെല്ലുന്നില്ല. ഈ 2 കാര്യങ്ങളെയും ഒന്നുപോലെ ദൈവവിളിയായി കരുതുന്നിടത്താണ് സുവിശേഷ ഉപദേശത്തിൻ്റെ സമഗ്രത അഥവാ പൂർണ്ണതയുള്ളത്.